ജഗദീശ. സിയോനിലുയരും അഭിനവഗാനം തവ സങ്കീർത്തനഗാനം. ജെരൂശലേമിൻ നേർച്ചകൾ അഖിലം അർപ്പിതമാകും സതതം. ഞങ്ങളുയർത്തും യാചനയെല്ലാം നാഥ കേട്ടരുളേണം. നാഥ കേട്ടരുളേണം. നാഥ കേട്ടരുളേണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോട് കൂടെയും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നാം ദൈവവിളി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരി ട്രീസായെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ദൈവത്തിൻ്റെ മുഖം കൊണ്ട് ആനന്ദിക്കുവാൻ വേണ്ട കൃപയുണ്ടാകണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലായിരുന്ന സമയത്ത് ചെയ്ത നന്മകളും നമുക്ക് കാണിച്ചു തന്ന സൽപ്രവൃത്തികളും എല്ലാം ദൈവത്തിന് നന്ദി പറയാം. ഈ സഹോദരിയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഈ ദൈവവിളി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഈ സഹോദരി ഏതെങ്കിലും കാരണത്താൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ തടസ്സമാകുന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലായ സമയത്ത് ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്ത് എത്രയും വേഗം ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് അനുതാപത്തിൻ്റെ സങ്കീർത്തനം ഒരുമിച്ച് ഏറ്റുചൊല്ലാം. കർത്താവെ, തകർക്കപ്പെട്ട എൻ്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിൽ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാധിക്യത്താൽ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ. എൻ്റെ കുറ്റങ്ങൾ എൻ്റെ നിന്ന് ശേഷം കഴുകിക്കളയണമേ. എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എൻ്റെ പാപം സദാ എൻ്റെ മുൻപിലുണ്ട്. കർത്താവെ, അങ്ങേക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. അങ്ങയുടെ വിധി നീതിയുക്തമാണ്. എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് തികച്ച നീതിമാൻ തന്നെ. പാപത്തോടെയാണ് ഞാൻ പിറന്നത്. അമ്മയുടെ ഉത്തരത്തിലെ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥത്തിൽ അങ്ങ് സന്തോഷിക്കുന്നു. എൻ്റെ അന്തരംഗത്തെ അങ്ങ് ജ്ഞാനഗ്രഹിപ്പിക്കണമേ. ഹിസോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ഞാൻ നിർമ്മലനാകും. എന്നെ കഴുകിയാൽ ഞാൻ മഞ്ഞുകട്ടയേക്കാൾ വെണ്മയുള്ളവനാകും. ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും സ്വരം എന്നെ കേൾപ്പിച്ചാലും തകർക്കപ്പെട്ട അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാവങ്ങളിൽ നിന്ന് അങ്ങ് മുഖം തിരിക്കണമേ. എൻ്റെ സകല തെറ്റുകളും അങ്ങ് മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. ദൃഢചിത്തത എന്നിൽ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് നീക്കിക്കളയുമരുതേ. അങ്ങയുടെ രക്ഷയാകുന്ന ആനന്ദം എനിക്ക് തിരികെ തരണമേ. ഉദാര മനസ്കത എന്നിൽ നിലനിർത്തണമേ. ദുഷ്ടന്മാരെ എൻ്റെ വഴികൾ ഞാൻ പഠിപ്പിക്കും. പാപികൾ അവരുടെ അടുക്കിലേക്ക് നിന്തിരിയും. ദൈവമേ, എൻ്റെ രക്ഷനായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഹനനയാഗത്തിൽ അങ്ങ് ആനന്ദം കൊള്ളുന്നില്ല. ഹോമയാഗം ഞാൻ അർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. എൻ്റെ ദൈവമേ, തകർന്ന ഹൃദയമാണ് എൻ്റെ യാഗം. തകർന്നുറങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കില്ല. ജെറുസലേമിലെ മതിൽ നിർമ്മിച്ച കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്താൽ സിയോനോട് കൃപയുണ്ടാകണമേ. അപ്പോൾ അങ്ങ് അർഹമായ യാഗങ്ങളും കാഴ്ചകളും ഹോമബലികളും സ്വീകരിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ അവർ കാളകളെ സമർപ്പിക്കും. കർത്താവേ, ഇയാൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ്സയാളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. എൻ്റെ ആയുസ്സിന്റെ മധ്യാഹ്നത്തിൽ പാതാളവാതിൽക്കൽ ഞാൻ എത്തിയിരിക്കുന്നു. ഇനിയുള്ള കാലമെല്ലാം ഞാൻ അവിടെ ആയിരിക്കും. ഞാൻ പറഞ്ഞു, ജീവനുള്ള ദേശത്ത് കർത്താവിനെ ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്നൊരുവിനെ ഇനി ഞാൻ ഒരിക്കലും ദർശിക്കുകയില്ല. എൻ്റെ ഭവനം ഒരു ഇടയക്കൂടാരം പോലെ പൊളിച്ചു നിൽക്കപ്പെടുകയാണ്. പാതാളം അങ്ങേ സ്തുതിക്കുന്നില്ല, മരണം അങ്ങേ വാഴ്ത്തുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്തത പ്രത്യാശിക്കുന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ, അതേ ജീവനുള്ളവൻ മാത്രം അങ്ങേ സ്തുതിക്കും. പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്തത അറിയിക്കും. കർത്താവെ, നിരീക്ഷിക്കണമേ. കർത്താവിൻ്റെ ആലയത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ ഞങ്ങൾ കീർത്തനങ്ങൾ പാടും. കർത്താവെ, ആൾക്ക് നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ്സയാൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവെ, അങ്ങാണ് എൻ്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പുകഴ്ത്തും. എൻ്റെ ആത്മാവെ കർത്താവിനെ സ്തുതിക്കുക. എൻ്റെ ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും. ഞാൻ ജീവിച്ചിടത്തോളം കാലം എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പാടും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്,
രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യനിൽ യാക്കോബിൻ്റെ ദൈവം സഹായമായിട്ടുള്ളവനും തൻ്റെ ദൈവമായ കർത്താവിൽ ശരണം വയ്ക്കുന്നവനും അനുഗ്രഹീതനാണ്. അവിടുന്ന് ആകാശവും ഭൂമി സമുദ്രം അവയിലുള്ള സംസവും സൃഷ്ടിച്ചു. അവിടെ നിന്നേക്കും വിശ്വസ്തനാണ്. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിലേക്ക് ഉയരുകയും അങ്ങേ ദാസി ട്രീസയുടെ ആത്മാവ് നിത്യാനന്ദത്തിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. അങ്ങേ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെടുവാൻ അങ്ങേക്ക് കഴിവുണ്ടാവുകയും അങ്ങേ ദത്തെടുപ്പിൽ പങ്കാളിയാകുവാൻ അങ്ങിടയാക്കുകയും ചെയ്ത ഇയാൾ അങ്ങേ അവകാശത്തിൽ പങ്കുപറ്റുവാനും കൽപ്പിച്ചിട്ടുള്ളണമേ. അങ്ങയുടെ കൂടെ വിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നതേയും ആജീവിച്ചു വാഴുന്ന അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടൽ അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിനിരത്തിയ മണവാട്ടിയെ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരോട് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ വീടുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാകുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാൻ അവനെ നിൽക്കുന്നു, അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. പ്രതിവചന സമീപനം. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കെന്ന് കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം നൽകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നും കുറവുണ്ടാകുകയില്ല. തന്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊർന്നവരെയും ദണ്ഡം എനിക്ക് പുറപ്പെടുന്നു. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. എൻ്റെ ശത്രുക്കളുടെ മുന്നിൽ അവിടുന്ന് എനിക്ക് എതിർകൊള്ളുന്നു. എൻ്റെ ശിരസ്സ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞുകൊള്ളുന്നു. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ ഞാൻ എന്നെ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയിൽ, എനിക്കൊന്നും കുറവുണ്ടാവുകയില്ല. നിത്യവാം ശിക്ഷാവിധിയിൽ നിന്നും മൃത്യുവരി ചോരെ മോചിക്കണേ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടി. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവെ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തു, പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല,
എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അതിദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമറിഞ്ഞവരെയും രക്ഷിക്കും വേണ്ടി നമുക്ക് വിശ്വാസപൂർവ്വം വിളിച്ചപേക്ഷിക്കാം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നിന്തിരു കൃപയാ ശിക്ഷാവിധി നിന്നു കരേറ്റാൻ കനിയണമേ. നിന്തിരു കൃപയാ ശിക്ഷാവിധി നിന്നു കരേറ്റാൻ കനിയണമേ. മഹിമയിൽ വാഴും രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരരേ, ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂകണമേ. ഇരുളിൽ നിന്നുമുയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂകണമേ. നിൻ തിരുരക്തം വിലയായി നൽകി നീ വീണ്ടെടുത്തവരല്ലോ നാഥാ, നീ വീണ്ടെടുത്തവരല്ലോ. മഹിമയിൽ വാഴും രക്ഷ
രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരനെ നിന്തിരു കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. നിന്തിരു കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. മഹിമയിൽ വാഴും രക്ഷകനീശോ മരണമടഞ്ഞ സഹോദരനെ പൂർവപിതാവാ അബ്രാഹാമിനോടെ മടി ചേർത്തു തുണയ്ക്കണമേ. പൂർവപിതാവാ അബ്രാഹാമിനോടെ മടി ചേർത്തു തുണയ്ക്കണമേ. ഈ തിരുബലിയിൽ ഞങ്ങളണയ്ക്കും യാചന കൈക്കൊള്ളണമേ. നാഥ യാചന കൈക്കൊള്ളണമേ. മഹിമയിൽ വാഴും ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. നിന്തിരു കൃപയാൽ ശിക്ഷാവിധിയിൽ നിന്നു കരേറ്റാൻ കനിയണമേ. ഇരുളിൽ നിന്നുയർത്തിയവരിൽ നിത്യവെളിച്ചം തൂകണമേ. നിന്തിരുരക്തം വിലയായി നൽകി നീ വീണ്ടെടുത്തവരല്ലോ നാഥ, നീ വീണ്ടെടുത്തവരല്ലോ. സഹോദരി, എൻ്റെ നിങ്ങളുടെ പേര് സർവശക്തൻ പിതാവായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഈ മുടക്കി തിരുസഭയുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ ദാസിയുടെ ആത്മാവിന് വേണ്ടി ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ സമർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ ദയാപൂർവം സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഏക ഔഷധമാകുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ ബലി വഴി ഇയാൾക്ക് നിത്യരക്ഷ നൽകണമേ. ഞങ്ങളെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടി അങ്ങേ ആത്മാവോടുകൂടി ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ശിശവും ന്യായമത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു. അങ്ങേ അപേക്ഷത്താൽ ഞങ്ങൾ നയിക്കപ്പെടുന്നു. അങ്ങേ ആജ്ഞയാൽ ഞങ്ങൾ രൂപപ്പെട്ട മണ്ണിൽ പാപത്തിൻ്റെ നിയമത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കപ്പെടുന്നു. അങ്ങേ പുത്രൻ്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉത്ഥാനമാർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാ ദൈവം പരിശുദ്ധൻ നിരുപമ
കർത്താവേ, സർവവിശുദ്ധരെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവ് മഞ്ഞുകണം പോലെ ഈ കാണിക്കുന്നത് പവിത്രമാകുന്നു. അങ്ങനെ ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സോടെ പിഴകൾ സഹിച്ചപ്പോൾ അപ്പപ്പെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനാണ് ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പുകൾ ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകിയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മിത്രാപൊലീത്തയോടും വൈദികഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തു നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസിയും പ്രീസയെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടുത്തോട് ഒന്നായി തീർന്നയാളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയുടെ കുതിരകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കഴിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യവതി യോസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരുടെ മധ്യ നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിന്നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം, സ്വർഗത്തിലെ പോൽ നിന്നുള്ള പാരിലുമായിടേണം. അന്നന്നു വേണ്ടുന്നൊരാഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ
തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യം നൽകാൻ തിരിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രിയരേ, നിങ്ങൾ കരയല്ലേ, ഇനിയോ ഇനിയൊരു നാളും. പ്രിയരേ, നിങ്ങൾ കരയല്ലേ, ഇനിയോ ഇനിയൊരു നാളും. അല്ലൽ തെല്ലുമില്ലാത്ത കർത്താവ് അരുളി ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം വിജയിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ ജനത്തെ സന്ദർശിക്കുകയും അവർക്ക് രക്ഷപ്രദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളിലും നമ്മെ വെറുക്കുന്നവരിൽ നിന്ന് നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തൻ്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും തൻ്റെ പരിശുദ്ധനായ പ്രവാചകന്മാരുടെ ആദരങ്ങൾ വഴി ആദ്യം മുതൽക്കേ അവിടുന്ന് അരുൾ ചെയ്തിട്ടുള്ളതനുസരിച്ച് തൻ്റെ ദാസനായ ദാവീദിന്റെ ബോധത്തിൽ നിന്ന് പ്രബലനായ രക്ഷകൻ വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നാം രക്ഷപ്പെട്ട ശേഷം ആയുഷ്കാലം മുന്നോട്ടത്തിന് മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി നിർവ്വയം സൃഷ്ടി ചെയ്യുവാൻ നമുക്ക് കൃപയേറണമെന്ന് നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം അവിടെ നിറവേറ്റിയിരിക്കുന്നു. കുഞ്ഞെ, അത്ത് എൻ്റെ പ്രവാചകൻ നീ വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കുവാൻ നീ അവിടുത്തെ മുൻപേ പോകും. പാപമോചനം വഴിയുള്ള രക്ഷ നീ നിന്റെ ജനത്തെ അറിയിക്കും. അന്ധകാരത്തിലും മരണത്തിനെ നിലവിലിരിക്കുന്ന പ്രകാശം വീശി സമാധാന പാതയിൽ സുരക്ഷിതമായി നയിക്കാൻ ഉന്നതത്തിലുള്ള ഞങ്ങളെ സന്ദർശിച്ചത് കർത്താവിൻ്റെ സ്നേഹകാരുണ്യത്താൽ അത്രേ. കർത്താവെ, യാഗ നിത്യവിശ്രാന്തി നൽകണമേ. നിത്യ തേജസ്യാൽ നിന്ന് പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ദിവ്യദാനങ്ങളുടെ ഭോജനത്താൽ നവീകൃതരായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഹോദരി
ട്രീസ മരണത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അങ്ങേപുത്രൻ്റെ ഉത്ഥാനത്തിൽ പങ്കാളിയായി ആനന്ദിക്കുമാറാകട്ടെ. എന്നൊന്ന് ജീവിച്ചു വാഴുന്ന അങ്ങേപുത്രൻ ഞങ്ങൾ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടി സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരികയാണമേ. അങ്ങയുടെ ദൈവമേ, ഈ ലോകത്ത് നിന്ന് അങ്ങേ പകലേക്ക് ഒഴിവാൻ തിരുവള്ളമായ അങ്ങേ ദാസി ക്രീസ്തുവിന്റെ ആത്മാവിനെ കനിവോടെ സ്വീകരിക്കണം. ഈ സഹോദരിയെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിച്ച് കൃത്യമായ ശാന്തി പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമെന്ന് അനുഗ്രഹിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരികയാണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ സർവശക്തനായ പിതാവേ, ഞങ്ങളെ കുരിശിൻ്റെ ദൈവത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങേ തിരുക്കുമാരൻ്റെ മഹനീയ പുനരുദ്ധാന ചിഹ്നത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തത് അങ്ങയുടെ ദാസിയെ പാപഫലം കൊണ്ട് മോചിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹത്തിലേക്ക് സ്വീകരിക്കണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരികയാണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണ്. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്കും മാപ്പ് കൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ, ഉപകാരികൾ എന്നിവർ നിത്യന്യായ വിസ്മയത്തിൻ്റെയും എല്ലാ വിശുദ്ധയുടെയും മാധ്യസ്ഥ വഴി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ കൃതജ്ഞതകളായി കേട്ടത് നൽകണമേ. സഹോദരി ആത്മാവും മറ്റുള്ള മറ്റെല്ലാ വിശ്വാസികളാത്മാക്കളും ആശംസിക്കട്ടെ. നിങ്ങളോടുകൂടെ
സുറുസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണെന്ന്, അങ്ങയുടെ രാജ്യം വരാനായ തിരുവൻ സ്വർഗത്തിലെ പോലെ ഭൂമിയിലാണ്. എന്നറിഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശ്വസിയുടെ ആത്മാവർക്ക് അന്താന്റെ മനോണത്താലെ മോഷിപ്പിച്ചേരുവാനിടയാകട്ടെ. നിന്റെ സങ്കേതത്തോട് വന്ന് നിന്റെ സഹായത്തോടെ നിന്റെ മധ്യപ്രവേശിച്ചവരെ ഒരു നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണം.